അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ അമ്മാ ബഅദ്. നമ്മുടെ മഹല്ലിയുടെ ഈ സെമസ്റ്ററിലെ ക്ലാസ് ആരംഭിക്കണം. അപ്പോൾ കഴിഞ്ഞ എക്സാമിൽ ഒരുപാട് പേര് ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യാത്തവരും നോക്കിയിട്ട് പകുതി പോലും എത്താത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലായത്. ഞാൻ അവസാന ഭാഗത്ത് വോയിസ് ഇട്ടിരുന്ന വോയിസ് പല ആളുകളും കേട്ടിട്ടില്ല. അതിന് കാരണം ചോദിച്ചപ്പോൾ അതിന് മുമ്പ് തന്നെ നോക്കി കഴിഞ്ഞിട്ടില്ല. എക്സാമിൻ്റെ തലേ ദിവസമാണ് പല ആളുകളും കിതാബ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അടുത്ത എക്സാമിൽ അത് റീകവർ ചെയ്യേണ്ട ഒരു മാർക്ക് കുറവുണ്ടെങ്കിൽ വാല്യുവേഷൻ ഇന്നും നാളെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം തുടക്കം മുതലേ അതിങ്ങനെ ഫോളോ ചെയ്ത് പോവുക. മൊത്തം എക്സാമുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മഹല്ലിയൊക്കെ പകുതിയെങ്കിലും നോക്കി വെക്കണം. കാരണം ടോട്ടൽ 130-150 പേജ് ഓരോ സെമസ്റ്ററും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലൊരു 10-70-80 പേജെങ്കിലും എക്സാം തുടങ്ങുന്നതിന് മുമ്പേ നോക്കിയാലേ തലേ ദിവസം ബാക്കിയുള്ളതും പിന്നെ ഒന്ന് മൊത്തത്തിലൊന്നും നോക്കാനൊക്കെ ടൈം ഉണ്ടാവുള്ളൂ. ഏതായാലും നോക്കുക. അപ്പം നമ്മൾ സക്കാത്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സക്കാത്തിൽ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈവാൻ്റെ സക്കാത്താണ്. അത് 3ൻ്റെയും കണക്കുകൾ പറഞ്ഞു. ഇബില്, ഒനമ്, ബക്കർ 3ൻ്റെയും ഈ കണക്കുകൾ നിസ്വാബ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇബിലുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും പറഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടെ കാര്യങ്ങൾ. അത് ഈ ഹൈവാൻ, ഈ മൃഗങ്ങൾ അൻആമ് ഒരുമിച്ചാണെങ്കിൽ, വ്യത്യസ്ത ഇനങ്ങളാണെങ്കിൽ, ഒരേ കൂട്ടാണെങ്കിൽ, വ്യത്യസ്ത കൂട്ടങ്ങളായിട്ടാണെങ്കിൽ, വ്യത്യസ്ത ആളുകളുടെ മിൽക്കിലാണ് പക്ഷെ ഒരുമിച്ചാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് സക്കാത്ത് എങ്ങനെ എടുക്കണം, അത് വ്യത്യസ്ത രൂപത്തിലുള്ളതും രോഗമുള്ളത് അതുപോലെ തന്നെ ന്യൂനതകളുള്ളതൊക്കെ ആണെങ്കിൽ ഏതിന് എടുക്കണം, അപ്പോഴൊക്കെ എന്തൊക്കെയാണ് പരിഗണിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം. ഫസ്ലുൻ ഇനി തഹദ നൗഉൽ മാഷിയത്തിൻ്റെ നൗ ഒന്നാണെങ്കിൽ ഉഹുദൽ ഫർദു മിൻഹു, അതിൽ നിന്ന് തന്നെ ഫർദിനെ എടുക്കാം, സംശയമൊന്നുമില്ലല്ലോ. കാരണം ഒരേ നൗ ആണെങ്കിൽ അതിൽ നിന്ന് എടുക്കണം. നൗ എന്ന് പറഞ്ഞാൽ ഇബില് പല ഇനത്തിലുണ്ടാകും, ബക്കർ പല ഇനം ഉണ്ടാവും, ഓരോന്നും പല കോലത്തിലുണ്ടാവും. കാനത്ത് കുല്ലു അർഹബിയത്തൻ ഔ മഹിരിയത്തൻ. അപ്പോൾ ഒന്നുകിൽ ഇബില് മൊത്തം എന്താണ്, അർഹബിയത്തും മഹിരിയത്തുൻ, 2 ഇനങ്ങൾ. അർഹബ് മഹർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അമീറി കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ രണ്ട് ഗോത്രങ്ങളാണ്. ആ ഗോത്രങ്ങൾ പറയുന്ന 2 സാധനം, അതിലേക്ക് ചേർത്ത് പറയുന്ന 2 തരം ഇബിലുകളാണ്. ഔ ബക്രുഹു കുല്ലുഹ ജവാമീസ ഔ ഇറാബ്, അല്ലെങ്കിൽ അതിൻ്റെ ബക്കർ എന്ന് പറഞ്ഞാൽ അപ്പം അതിലെല്ലാം പെട്ടു. നമ്മൾ പറയുന്ന പശു, പോത്ത്, കാള എല്ലാം പെടുമല്ലോ. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറേ പോത്തുകളുണ്ട്, പിന്നെ കുറേ അറേബ്യൻ പശുക്കളുണ്ട്. അല്ലെങ്കിൽ ഒനമുഹ കുല്ലുഹ ലോയനൻ ഔ മഹസൻ, അല്ലെങ്കിൽ അവൻ്റെ അടുത്തുള്ളത് മൊത്തം എന്താണോ ലോയനാണ്, അതിന് മൊത്തം മഹസാണ്. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇനമാണ് അവൻ്റെ അടുത്തുള്ളതെങ്കിൽ അതിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതാ ഉവൽ അസുല്, അതാണ് അസുലിയായൊരു കായിക പറഞ്ഞത് മാത്രം. ഫലോ ഉഹീദ അൻ ലോയിനി മഹസിൻ ഔ അക്സു ജാസ് ഫിൽ അസൈബി ഷർത്തിരി ആയത്തിൽ കൈമ. ഇനി ലോയിനിന് പകരം മഹസിന് എടുക്കാൻ പറ്റുമോ? കോലാടിന് പകരം നെയ്യാടിന് പകരം കോലാട്, അങ്ങനെ എടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുത്താൽ അത് ജായിസാണ്. ബി ഷർത്തിരി ആയത്തിൽ കയ്യമത്തി, വില വ്യത്യാസം പരിഗണിച്ചുകൊണ്ട് അങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ജായിസായ അഭിപ്രായം. മൊത്തത്തിൽ ഒരേ ഇനാണെങ്കിൽ എടുക്കാം, വ്യത്യസ്ത ഇനങ്ങളാണെങ്കിൽ എടുക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ച ചെയ്യണത്. ഇപ്പോൾ വ്യത്യസ്ത ഇനങ്ങൾ ലോയിനും മഹസും ആണെങ്കിൽ എടുക്കാൻ പറ്റും, ഒന്നിനെ പകരം മറ്റേ എടുക്കാൻ പറ്റും. മൊത്തം ലോയിനാണുള്ളത്, പക്ഷേ അതിന് പകരം അവൻ്റെ അടുത്ത് മഹസിനെ കൊടുത്തു, വാങ്ങാം, കുഴപ്പമില്ല. പക്ഷേ വില എന്തായിരിക്കണം, മറ്റേതിൻ്റെ വില പരിഗണിക്കണം. ബേൻ തസാവ സിനിയത്തൽ മഹസിൽ കയ്യമത്തി ജദാത്തുൽ ലോയിനി വാക്സുഹു. ഓൻ എടുക്കുന്ന സിനിയത്തുൽ മഹദാണെങ്കിൽ ജദാത്തുൽ ലോയിൻ്റെ വിലയോട് സമമായിരിക്കും, 2നും ഒരേ വിലയാണെങ്കിൽ ഓക്കെ. ഹാദാൻ അലറ ഇല ഇത്തിഫാഖിൽ ജിൻസി മുഖാബിൽ അലറ ഇഖ്തിലാഫിൻ നൗഇ. അപ്പോൾ ഈ പറ്റുമെന്ന് പറയുന്ന ആളുകൾ നോക്കിയത് ഇത് 2ഉം ആടാണല്ലോ, അത് നെയ്യാടാണെങ്കിലും കോലാടാണെങ്കിൽ ഒരേ വിലയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇത് വാങ്ങാതിരിക്കണതെന്ന് അവർ പരിഗണിച്ചത്. സാനിക്കാർ പറഞ്ഞു പറ്റൂല, കാരണം ഇത് ഒരേ ആടാണെങ്കിലും വ്യത്യസ്ത ഇനം ആടുകളാണല്ലോ, വിലയൊക്കെ ഒന്നാണെങ്കിലും വ്യത്യസ്ത ഇനമാണല്ലോ, അതുകൊണ്ട് പറ്റൂല എന്ന് സാനി പറഞ്ഞു. സാലിസ് ജൂസ് അഹ്ദുൽ ലോയിനി അനിൽ മഹസി. ഇവർ പറഞ്ഞു, ഇനി സാലിസ് ഒരു അഭിപ്രായം, അവർ പറഞ്ഞു ലോയിനിനെ മഹസിന് പകരം എടുക്കാം, കോലാടിന് എടുക്കാം നെയ്യാടിന് പകരം. പക്ഷെ നെയ്യാടിന് പകരം കോലാടിന് എടുക്കാൻ പറ്റൂല. നെയ്യാടിന് കോലാടിന് പകരം എടുക്കാം, കോലാന് നെയ്യാടിന് പകരം എടുക്കാൻ പറ്റില്ല. കാരണം നെയ്യാടെന്ന് പറഞ്ഞാൽ നല്ല നെയ്യുള്ള അത്യാവശ്യം അഷറഫായ സാധനമാണ്. ലിയന്നോ അഷറഫു മിൻഹു, അത് അഷറഫാണ് നെയ്യാട്. അപ്പോൾ അതുകൊണ്ട്
ലോയിനെ എടുക്കാൻ മഴസിന് പകരം നേരെ ഓപ്പോസിറ്റ് പറ്റൂല. ബിഖിലാഫിൽ അക്സി അപ്പോൾ കൗലും ഫി തൗജീഹിൽ അവലി, ഈ ഒന്നാമത്തതിന് ഏത് ഈ ഒന്നാമത്തെ അഭിപ്രായത്തിന് ഈ ന്യായമായിട്ട് ചില ആളുകൾ പറഞ്ഞു കാൽ മഹരിയത്തി മാൽ അർഹബിയത്തി, അർഹബിയത്തിന് പകരം മഹരിയത്ത് എടുക്കാലോ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ജവാസ് അഹദ് ഇഹ്ദാവുമ അലൻ ഉഖ്റ, അർഹബിയത്തും മഹരിയത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റും എന്നുള്ളതാണ്. നമ്മളതൊക്കെ അത് ഇനങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷെ പറ്റോ പറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ലോയന് മഴസ് പറ്റുമെന്ന് പറയുന്ന ആൾ ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, മഹരിയത്തും അർഹബിയത്തും പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉദാഹരണം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മനസ്സിലാവുന്നത് മഹരിയത്തും അർഹബിയത്തും ഇതുപോലെ വില സെയിമാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അർഹബിയത്തിന് പകരം മഹരിയത്തും മഹരിയത്തിന് പകരം അർഹബിയത്തും എടുക്കാം എന്നാണ്. പിന്നെ അൽ ഉഖ്റ ജസ്മൻ ഹൈസു തസാവയ ഫിൽ ഖീമത്തി ആ മാലൂമുൻ അന്ന ഖീമത്തിൽ ജവാമീസി ദൂന ഖീമത്തിൽ ഇറാബി ഫലാ യജൂസു അഖ്ദുഹ അനിൽ ഇറാബി. പിന്നെ ഒരു കാര്യം ഉറപ്പണെന്ത്, ജാമൂസിൻ്റെ വില അറേബ്യൻ പശുക്കളേക്കാൾ വില കുറവാണ് എന്നറിയാം. അപ്പം പിന്നെ അതിലോ പറ്റൂല എന്ന് ഉറപ്പാണ്. ഇനിയിപ്പോൾ എത്ര മുന്തിയനും ജാമൂസാണെങ്കിലും മറ്റേ അറേബ്യൻ ഇതിൻ്റെ അത്ര വില വരൂല, പോത്തുകളുടെ അത്ര വില വരൂല എന്നുള്ളത് കൊണ്ട് അത് പറ്റൂല. ഫലാ യജൂസു അഖ്ദുഹ അനിൽ ഇറാബി ബി ഖിലാഫിൽ അക്സി, അപ്പോൾ വില കൂടിയതിന് പകരം വില കുറഞ്ഞത് പറ്റൂല. ഫലം യുസരിഹു ബി ദാലിക, അവരത് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെയാണ് മനസ്സിലാകുന്നത്. വലാ ജബ്രാന ഫി സക്കാത്തിൽ ബഖരി വൽ അനമിലി ആദമി ഉറൂദിഹി ഫീഹിമ. പിന്നെ നമ്മൾ ഇബിലിൻ്റെ വിഷയത്തിൽ ഒരു ജബ്രാന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ അടുക്കൽ ഉള്ളതൊക്കെ എന്താണ്, 25 ഒട്ടകമുണ്ട്, 25 ഒട്ടകത്തിൽ കൊടുക്കേണ്ടത് ഒരു ബിന്ത് മഹാദാണ്. അപ്പോൾ അവൻ്റെ അടുക്കൽ ബിന്ത് മഹാദ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ താഴെ ഉള്ളത് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം ഒരു 20 ദീനാറും കൊടുക്കുക, അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഏതാണോ കൊടുക്കാനുള്ളത് അത് അവൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ അത് താഴെ ഉള്ളത് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം ഒരു 20 ദീനാറും കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ളത് കൊടുത്തിട്ട് ഒരു 20 ദീനാർ തിരിച്ചിങ്ങോട്ട് വാങ്ങിയാൽ 20 ദീനാറോ 2 ആടിനെയോ തിരിച്ചിങ്ങോട്ട് വാങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ നമ്മൾ എക്സ്ട്രാ പരിഹരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ജബ്രാൻ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ബക്കറിലും ഒനമിലൊന്നും ഇല്ല. ഒനമിൽ ആ ഇനം തന്നെ കൊടുക്കണം, താഴെ ഉള്ളത് കൊടുത്തിട്ട് അതിൻ്റെ പകരം ചെറിയ ഇനം കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പകരം കുറച്ച് കാശ് കൊടുക്കുക എന്നുള്ള ഓപ്ഷൻ ബക്കറിലും ഒനമിലൊന്നും വന്നിട്ടില്ല, ഹദീസിൽ വന്നിട്ടില്ല. അപ്പോൾ ഒരേ ആണെങ്കിൽ ഇങ്ങനെയാണ് വൈൻ ഇഖ്തലഫൻ നൗക ലോയിനിൻ വ മഅസിൻ, വ്യത്യസ്ത ഇനങ്ങളാണെങ്കിൽ മേൽ ഒനമി ഔ ഹർബയത്ത് മഹിയത്തി മേൽ ഇബിലി വ ഇറാബി ജവാമിസ് മേൽ ബക്കരി ഫഫി ഖൗലി യൂഖദു മേൽ അക്സരി ഫൈനിസ്തവയ ഫൽ ഔബത്തു. ഇത് ഇനി എന്താണ്, വ്യത്യസ്ത നൗകളുണ്ട്. ഇഖ്തലഫൻ നൗ ഇപ്പോൾ പറഞ്ഞത് ഒന്നെങ്കിൽ എന്താണ് മഴസ് മാത്രം അല്ലെങ്കിൽ ലോയിന് മാത്രമാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേ വസ്തുവിനെ എടുക്കണം, അല്ലെങ്കിൽ പകരം മറ്റേത് എടുക്കാമെന്ന് പറഞ്ഞു. മിക്സ്ഡ് ആണെങ്കിൽ ഇഖ്തലഫൻ നൗ രണ്ടും വ്യത്യസ്തമാണെങ്കിൽ ലോയിനി വ മഴസിൻ മേൽ ഒനമി ഔ അർഹബിത്ത് മരി രണ്ടും മിക്സ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫഫിയ കൗലി യൂഹദ് മേൽ അക്സരി, കൂടുതലുള്ള ഏതാണോ അതെടുക്കണം എന്നൊരു കൗലുണ്ട്. പക്ഷെ കൗല് പ്രബലല്ല കേട്ടോ. ഫൈനിസ്തവയ ഫൽ ആബത്തു, അങ്ങനെ രണ്ടും എന്താണ് വില രണ്ടും സമാണെങ്കിൽ, രണ്ടും എണ്ണത്തിൽ എണ്ണ സമാണെങ്കിൽ അപ്പോൾ ഈ ഫുക്കറാക്കൾക്ക് ഏറ്റവും ഇഷ്ടം ആരാണോ, അവകാശികൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാണോ അത് കൊടുക്കണം. വഖീല തഖയ്യുറുൽ മാലിക്കു, അല്ല രണ്ടും സമാണെങ്കിൽ പിന്നെ മാലിക്കിൻ്റെ ഓപ്ഷൻ വിടാം എന്നൊക്കെ ഒരു അഭിപ്രായം. ഇത് ഒരു കൗല്. വല്ല അള്ളഹർ അള്ളഹറായ കൗൽ എന്താ, അന്നോ യുഖ്രിജു മാ ഷാഅ മുഖ്സിതൻ അലൈഹ ബിൽ ഖീമത്തി, ആ വില നിശ്ചയിച്ചു കൊണ്ട് ഏതും കൊടുക്കാം. എത്ര ഉണ്ട് നോക്കണം, 10 എണ്ണം ഇതും 10 എണ്ണം അതുമാണെങ്കിൽ 25 എണ്ണം ഇതും 25 എണ്ണം അതും, അങ്ങനെയൊക്കെ ആണെങ്കിൽ രണ്ടിൻ്റെയും വില പരിഗണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒന്നെടുക്കാം. മുന്തിയത് എടുക്കുകയാണെങ്കിൽ കുറച്ച് വില കുറക്കാം, കാരണം കുറേ എന്താണ് മറ്റേ താഴ്ന്നിന്നും അതിലുണ്ടല്ലോ എന്ന് പരിഗണിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയും, അതാണ് അള്ളഹറ അഭിപ്രായം. ഫൈദാ കാന, അപ്പോൾ അവൻ്റെ അടുക്കലുണ്ടെങ്കിൽ ഐ ഉജിത സലാസുനസ് അൻസൻ 30 ആടുണ്ട്, വൈ ഉൻസൽ മഴസി വ അഷറു നാജാത്തി മിനൽ ലോയിനി, അപ്പോൾ അവൻ്റെ അടുക്കൽ 10 നെയ്യാടുണ്ട്, അതുപോലെ തന്നെ 20 കോലാടുണ്ട്. അങ്ങനെയാണെങ്കിൽ അഹദ അൻസൻ ഔ നാജത്തൻ ബി ഖീമത്തി സലാസ്തി അർബായ് അൻസിൻ വ റുബൈ നാജത്തിൻ, ഓൻ്റെ അടുക്കൽ ആകെ 40 ഉണ്ടായ സക്കാത്ത് കൊടുക്കേണ്ടത് 40 ഉണ്ട് അവൻ്റെ അടുത്ത്, 30 ഓൻ്റെ അടുത്തുള്ളത് കോലാടും 10 നെയ്യാടുമാണ്. അങ്ങനെയാണെങ്കിൽ അവനക്ക് കോലാടിനെയും നെയ്യാടിനെയും കൊടുക്കാം, ഏതെങ്കിലും ഒന്നിനെടുക്കാം. പക്ഷെ ആ ഒന്ന് എന്തായിരിക്കണം, 3-1 ഒരു നെയ്യാടിൻ്റെ ഒരു കോലാടിൻ്റെ ഒരു കോലാടിൻ്റെ 4-3 ഭാഗവും ഒരു നെയ്യാടിൻ്റെ 4-1 ഭാഗവും വില വരുന്നതായിരിക്കണം. ഒരു നെയ്യാടിൻ്റെ അത്ര വില വേണ്ട, കാരണം ഓൻ്റെ അടുക്കൽ മൊത്തമുള്ളത് നെയ്യാടല്ല, 10
സോനോവാണ്ടിക്കിലെ മൊത്തമുള്ളത് കോലാടല്ല 10 നെയ്യാടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു കോലാടിൻ്റെ 4/3 വില എത്ര വരുമോ അത്രയും, അപ്പോൾ ഒരു കോലാടിൻ്റെ 4/1 എത്ര വരുമോ, അത് രണ്ടും കൂട്ടിയാലുള്ള അത്ര വില വരുന്ന ഒരു നെയ്യാടിനെയോ കോലാടിനെയോ അവനക്ക് കൊടുക്കാം. അപ്പോൾ വില 3/4 കോലാടിനും 1/4 നെയ്യാണ്ടും ആയിരിക്കണം. കാരണം അവൻ്റെ അടുക്കൽ ടോട്ടൽ ഉള്ളത് ആ കണക്കാണ്, 30 ഇതും 10 അതുമാണ്. അപ്പോൾ ആ രീതിയിൽ വില വരുന്ന ഒന്നിനെ കൊടുക്കണം, ഏതുമാകാം. വഫി ആക്സിസ് സൂറത്ത് ബി ഖീമത്ത് സലാസ്തി അർബായിൻ അജത്തി റുബ അൻസിൻ, നേരെ ഓപ്പോസിറ്റാണ്, നേരെ തിരിച്ചു കൊടുക്കണം. 30 എന്താണ് നെയ്യാടും 10 കോലാടും ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കൊടുക്കണം. 3/4 നെയ്യാടിൻ്റെ വിലയും 1/4 കോലാടിൻ്റെ വിലയുള്ള ഒരു ആടിന് കൊടുക്കണം. ഇതാണ് പ്രബലമായ അഭിപ്രായം. വൽ കൗലിൽ അവലി, ഇനി ഒന്നാമത്തെ ആദ്യം പറഞ്ഞൊരു കൗല് പറഞ്ഞിരുന്നു, ആ കൗലനുസരിച്ച്, അതായത് കൂടുതലുള്ളതെന്നോ അതിന് കൊടുക്കണം. അതനുസരിച്ച് യൂഹദ് ഫി സൂറത്തിൽ ഉല സെനിയത്ത മഴസിൻ ഫി സാഹിത്യ ചെയ്തത്തുപോയിന് 30 അൻസാണെങ്കിൽ 30 മഴസാണെങ്കിൽ ഒരു മഴസിനെ കൊടുക്കണം, സെനിയത്ത് മഴസ്. അല്ല 30 നെയ്യാടാണെങ്കിൽ ഒരു തന്നെ കൊടുക്കണം. അവിടെ പിന്നെ ചർച്ചയല്ലേ, കൂടുതലുള്ള ഏതാണോ അതിനുള്ളത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഉദാഹരണം. ഇത് ഓരോന്നിനും വെച്ചിട്ട് ഉദാഹരണം. ഇപ്പോൾ പറഞ്ഞത് നമ്മളെ ഷാത്തിന് വെച്ചിട്ടാണ്. ഇനി അതുപോലെ ഇബിലിൻ്റെ മറ്റൊരു ഉദാഹരണം പറയണം. വലോ കാലുമേൽ ഇബിലി 25 വനൊരു 25 ഒട്ടകമുണ്ട്, 15 അർഹബിയത്ത്, 10 മഹരിയത്തൻ, 10 മഹരിയത്തുൻ. അങ്ങനെ ആണെങ്കിൽ ഉഹുദ മിൻഹു അൽ കൗലിൽ അബ്ബരി, ഒന്നാമത്തെ അഭിപ്രായം അനുസരിച്ച്, ഏത് ഭൂരിപക്ഷം ഉള്ളതിൽ നിന്ന് എടുക്കുക എന്നുള്ള അഭിപ്രായം അനുസരിച്ച് ബിന്ത് മഹാദിന് എടുക്കണം. വയലസ്ഥാനീസ് രണ്ടാമത്തെ അഭിപ്രായം അനുസരിച്ച് ഏത് അർഹബിയത്തായി ബിന്ത് മഹാദിന് എടുക്കണം, കാരണം അതാണല്ലോ കൂടുതൽ 15. ഇനി രണ്ടാമത്തെ അഭിപ്രായം അനുസരിച്ച് ബിന്ത് മഹാദിനെയോ അല്ലെങ്കിൽ അർഹബിയത്തായി ബിന്ത് മഹാദിനെയോ അല്ലെങ്കിൽ മഹരിയത്തിനെയോ രണ്ടിനോ എടുക്കാം. പക്ഷേ ബി ഖീമത്തി സലാസ്തി അഹ്മാസ് അർഹബിയത്തിൻ വ 5 മഹരിയത്തിൻ, ഒരു ഹുംസിൻ്റെ ടോട്ടൽ 25 ഉള്ളത്, അതിൽ 15 അർഹബിയത്താണ്. അപ്പോൾ ഒരു ഒട്ടകത്തിൻ്റെ ഒരു അർഹബിയത്ത് ഒട്ടകത്തിൻ്റെ 3/5 വില വരുന്നതും ഒരു മഹരിയത്തിൻ്റെ 2/5 വിലയും കൂട്ടിയാൽ എത്ര ഉണ്ടാവോ അത്ര വില വരുന്ന ഒരു ഒട്ടകത്തെ അർഹബിയത്താവും മഹരിയത്താവും. കാരണം അവനൊക്കെയുള്ള ആകെ ഒട്ടകങ്ങളുടെ എണ്ണത്തിൽ 5/3 അർഹബിയത്തും 2 മഹരിയത്തുമാണ്. അപ്പോൾ അവൻ കൊടുക്കുന്ന ഒട്ടകത്തിന് 3/5 ഒരു അർഹബിയത്തിന് 3/5 ഒരു മഹരിയത്തിൻ്റെ 2/5 വില വരുന്നതായിരിക്കണം. അത് ഞാൻ പറഞ്ഞ ബക്കർ എന്നുള്ള ഉദാഹരണം. അവൻ്റെ അടുക്കൽ ബക്കറുണ്ട്, ബക്കർ 30 ഉണ്ട്, അതിൽ ജവാമീസി 10 എന്തുണ്ട് ജാമൂസുകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒഹദ് മിനു അൽ കൗൽ അവലി ഒന്നാമത്തെ അഭിപ്രായം അനുസരിച്ച് മുസ്ലിനത്ത് മേൽ ഇറാബി ഭൂരിപക്ഷമുള്ളിൽ നിന്ന് കൊടുക്കണം, അപ്പോൾ ഇറാബ് എന്ന് കൊടുക്കണം. സാനി അനുസരിച്ച് ഫിമാ യദ്ഹറു മുസ്ലിനത്തും മിൻഹ ബി ഖീമത്തി സലാസ്തി അർബായി മുസ്ലിനത്തി മിൻഹ വ റുബ് ജവാമീസി. എന്തെടുക്കണം, ഒരു മുസിന്നത്ത്, അത് ശത എങ്ങനെയായിരിക്കണം, ബി ഖീമത്തി സലാസ്തി അർബായി മുസിന്നത്തി മിൻഹ വ റുബ് ജാമൂസത്തിൻ. ഒരു ജാമൂസിൻ്റെ വനടുക്കുള്ളത് എന്താണ്, 4/3 എന്തായിരുന്നു ഇറാബായിരുന്നു. അതുപോലെ തന്നെ 4/1 ജാമൂസുള്ളൂ. അപ്പോൾ ഒരു ജാമൂസിൻ്റെ 4/1 ഒരു സാധാരണ മുസിന്നത്തിൻ്റെ പശുവിൻ്റെ 4/3 വില വരുന്ന ഒന്നിനെ കൊടുക്കണം. അപ്പോൾ അത് എല്ലാത്തിനും എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. വല തൂഹതു മരിദത്തുൻ വല മഴീബത്തുൻ, രോഗിയായതോ അതുപോലെ തന്നെ ന്യൂനത ഉള്ളതിനോ എടുക്കാൻ പാടില്ല. ബിമാ തുറദ്ദു ബിഹി ഫിൽ ബൈഅയിൽ രോഗി ഇതൊക്കെയാണ് തീരുമാനിക്കുക. ബൈഇൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മടക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞ ന്യൂനതകളാണ് ഇവിടെയും പരിഗണിക്കുക. ഇല്ലായി മിസ്ലിഹ, അതുപോലുള്ളതാണെങ്കിൽ ഓക്കെ. എല്ലാ മരിലാണെങ്കിൽ ഒരു മരിലിനെ എടുക്കാം. അതിൽ മരിലാത്തി അവിൽ മഴീബാത്തി അതിനെ എടുക്കാം. അപ്പോൾ എക്ഫി മരിലത്തും മുത്തുവസ്യത്വം മഴീബത്തും മേലെ വസത്തി, ന്യൂനത ഉള്ളത് ഒരുപാടുണ്ട്. അപ്പോൾ ഇനി ഏതെടുക്കുക, അതിൽ നിന്ന് കുറച്ച് ന്യൂനത ഉള്ളത് എടുക്കുക. അപ്പോൾ ഒക്കെ തൂഹത് മേൽ ഹിയാരി അല്ല, കുറച്ച് എന്ത് ചെയ്യണം, നല്ലതിനെ മാത്രം എടുക്കാൻ പറ്റുള്ളൂ, കുറേ രോഗികൾ വെച്ചിട്ട് രോഗങ്ങളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്നൊരു അഭിപ്രായം. അല്ലെങ്കിൽ കസമത്തിൽ മാഷത്തു ഇല്ല സുഹാൻ വ മിറാദിൻ ഔ ഇല സലീമത്തി വ മഴീബത്തിൻ ഉഹ്ദത്ത് സൊയ്യഹത്തം വ സലീമത്തും ബിൽ ഖസ്തി. ഇനി എന്താണ്, രോഗിയായതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്, ന്യൂനത ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ഏതെങ്കിലും ഒന്നിനെടുക്കാം, പക്ഷേ രണ്ടിൻ്റെ വില പരിഗണിച്ചുകൊണ്ടുള്ളതായിരിക്കണം.
ഉഹ്ദ് സ്വയ്യത്തമ സലീമത്തൻ, രോഗമില്ലാത്ത നല്ലതിന് എടുക്കണം, പക്ഷേ മറ്റേതിൻ്റെ വില പരിഗണിച്ചുകൊണ്ടായിരിക്കണം, മറ്റേതിൻ്റെ വില കുറച്ചുകൊണ്ടായിരിക്കണം. ഒരു ഉദാഹരണം, ഫഫി അർബൈന ഷാത്ത്, 40 ഷാത്തുണ്ട്, നിസ്ഫാ സിഹാനോ നിസ്ഫാ മിറാബ്, അത് 20 രോഗികളാണ്, 20 നല്ലതുമാണ്. അങ്ങനെയാണെങ്കിൽ വക്കീമത്ത് കുല്ലു സ്വയ്യത്തിൻ ദീനാറാനി വ കുല്ലു മഴത്തും ദീനാറും, ഓരോ സ്വയ്യനും എന്തുണ്ട് 2 ദീനാറ് വില ഉണ്ട്, ഒരു രോഗിയായതിനോ 1 ദീനാറും വില ഉണ്ട്. അപ്പോൾ തൂഹ സ്വയ്യത്തൻ ബി കൈമത്തി നിസ്ഫി സ്വയ്യത്തിൻ വ നിസ്ഫി മരീദത്തിൻ, അപ്പോൾ എന്ത് ചെയ്യണം, ഒരു സ്വയ്യത്തിനെ കൊടുക്കണം, പക്ഷേ അതിന് സാധാരണ സ്വയ്യത്തിനുള്ള വില ഉള്ളത് കൊടുക്കണ്ട, പകുതി സ്വയ്യത്തിൻ്റെയും പകുതി മരുത്തിൻ്റെയും വില എടുക്കുക. അത് രണ്ടും കൂട്ടിയാൽ എത്ര ഉണ്ടാവുമോ ആ വില ഉള്ളത്. ഒരു സ്വയ്യത്തിൻ്റെ വില 2 ദീനാറാണ്, ഒരു മരുത്തിൻ്റെ വില 1 ദീനാറുമാണ്. അപ്പോൾ രണ്ടിൻ്റെ ഹാഫ് എടുത്താൽ 3/4 അരിയും, സോറി 2ൻ്റെ പകുതി 1, 1ൻ്റെ പകുതി അര, അപ്പോൾ 1.5, അപ്പോൾ 1.5 ദീനാർ വില ഉള്ള ഒന്നിനെ കൊടുക്കണം, ഒരു സ്വയ്യത്തിനെ കൊടുക്കണം. ബി ഗെയ്മത്തിന് നിസ്ഫി സ്വയ്യത്തിന് നിസ്ഫി മരുത്തിൻ മിമ്മാ ദുഃഖിറവ അതായത് ദീനാറും വ നിസ്ഫുൻ, 1.5 ദീനാറ്. വഖലൗക നിസ്ഫുഹ സലീമൻ വ നിസ്ഫുഹ മഈബൻ കമാ ദുഃഖിറ, അതുപോലെ തന്നെ പകുതി രോഗികളും പകുതി നല്ലതുമാണെങ്കിലും പകുതി ന്യൂനത ഉള്ളതും പകുതി അല്ലാത്തതാണെങ്കിലൊക്കെ ഈ രീതിയിൽ കൊടുക്കണം. നല്ലതിനെ കൊടുക്കുക, പക്ഷേ സാധാരണ നല്ലതിൻ്റെ വില കൊടുക്കണ്ട, ആ രണ്ടിൻ്റെയും റേഷ്യോ നോക്കിയിട്ട് അനുപാതം നോക്കി അനുസരിച്ച് വില കുറച്ചിട്ട് കൊടുത്താൽ മതി. വല യൂഹദു ദക്കറുൻ ഇല്ല ഇതാ വജബ, ഈ ദക്കർ നിർബന്ധമാണ് അവസ്ഥയിലല്ലാതെ ദക്കറിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗബുനു ലബുനി ഫി 50 വൈശ്രീന മേൽ ഇബിലി ഇന്ത ഫഖദി ബിൻതിൽ മഖാദി വഖത്തബി ഫിൽ ബക്കരി. ഇപ്പോൾ ഉദാഹരണത്തിന് അവൻ്റെ അടുക്കൽ 25 ഉണ്ട്, അവൻ്റെ അടുക്കൽ എന്തില്ല, 25 ഒരു ബിന്ത് മഹാദ കൊടുക്കേണ്ടത്, അതില്ല. അപ്പം എന്ത് ചെയ്യണം, ഇബിന് ലബുവും കൊടുക്കണം. ഇബിന് ലബു എന്ന് പറഞ്ഞാൽ ആണാണ്, പെണ്ണിൻ്റെ പകരം ആണ് കൊടുത്താൽ മതിയാകൂല. പെണ്ണിൻ്റെ പകരം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ദർജയിലുള്ള ആണിനെ കൊടുക്കണം. അതാണ് ഈ കൊടുക്കുന്നത്. ബിന്ത് മഹാദിൻ്റെ മുകളിലാണ് ബിന്ത് ലബൂന്. ബിന്ത് മഹാദില്ലെങ്കിൽ ഇബിന് മഹാദ് കൊടുത്തിട്ട് കാര്യമില്ല, ഇബിന് ലബുവും കൊടുക്കണം. മനസ്സിലായല്ലോ? 1 വയസ്സുള്ള പെണ്ണൊട്ടകം ഇല്ലെങ്കിൽ 2 വയസ്സുള്ള ആണൊട്ടകം കൊടുക്കണം എന്നർത്ഥം. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ വേണമെങ്കിൽ ആണിനെ സ്വീകരിക്കാം, അല്ലാത്ത സമയങ്ങളിൽ ആണിനെ സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴും പറ്റും വക്കത്തലവ് തമഹൽത്ത് ദുക്കൂറൻ, വെറും ആണുങ്ങൾ മാത്രമേ ഉള്ളൂ, മൊത്തം ദക്കറാണ്, അങ്ങനെയാണെങ്കിൽ ആണിനെ സ്വീകരിക്കാം. അപ്പോൾ വാജിബ ഫിൽ അസ്ലി ഉൻസ യൂഖദു അൻഹ ദക്കറു ബി സിന്നിഹ, അപ്പോൾ അതേ പ്രായത്തിലുള്ള എന്തെടുക്കാം, ആണിനെ എടുക്കാം. ഫിൽ അസ്വഹി വഅലാഹദ യൂഖദു ഫി 60 വസലാസിൻ മേൽ ഇബിലി ഇബ്നു ലബൂനിൻ അക്സറു ഖീമത മിൻ ഇബ്നു ലബൂനിൻ യൂഖദു ഫി 50 വ20. അപ്പോൾ എന്ത് ചെയ്യണം, 36 ബിന്ത് ലബൂനെ എടുക്കേണ്ടത്, പക്ഷെ മൊത്തം ദക്കറാണ്, അപ്പോൾ ഇബ്നു ലബൂനെ എടുക്കാം. പക്ഷെ അപ്പോൾ നിബന്ധന ഉണ്ട്, 25 ബിന്ത് മഹാദ് ഇല്ലെങ്കിൽ ഇബ്നു ലബൂന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കൊടുക്കുന്ന ഇബ്നു ലബൂനേക്കാളും വില ഉള്ളതായിരിക്കണം ഈ കൊടുക്കുന്ന ഇബ്നു ലബൂന്. എല്ലാ യുസബ്ബ ബൈന നിസാബൈൻ വ യുറഫു ദാലിക ബി തഖ്വീമി വ നിസ്ബത്തു ബി തഖ്വീമി വ നിസ്ബത്തി ഫൈദാ കാന ഖീമത്തുൽ മൗഖൂദി ഫി 50 വ20. അപ്പോൾ നമ്മൾ വില നിശ്ചയിച്ച് കൊടുക്കണം, വില അനുസരിച്ച് കൊടുക്കണം. ഉദാഹരണത്തിന് 25 എന്തുണ്ട് ബിന്ത് മഹാദും എൻ്റെ അടുത്ത്, 75 ഒട്ടകം എൻ്റെ അടുത്തുണ്ട്, എന്നിട്ടോ അതിന് പകരം ഒരു ബിന്ത് മഹാദ് ഇല്ലാത്തത് കൊണ്ട് ഇബ്നു ലബൂനും കൊടുക്കണം, 25 ഇബ്നു ലബൂനെ കൊടുക്കണം, 2 വയസ്സുള്ള ആ ഒട്ടകത്തെ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ഒട്ടകത്തിൻ്റെ വില 50 ദീനാറാണെങ്കിൽ യക്കൂന് ഖീമത്തുൽ മൗഖൂദി ഫി 60 വസലാസീന, അപ്പോൾ 36 കൊടുക്കുന്നത് ഇബ്നു ലബൂൻ തന്നെയാണ്. 36 മൊത്തം ആണുങ്ങളായതുകൊണ്ട് ഇബ്നു ലബൂൻ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ 25 കൊടുത്തതിൻ്റെ ഇബ്നു ലബൂൻ്റെ വില 50 ആണെങ്കിൽ 36 കൊടുക്കുന്ന ഇബ്നു ലബൂൻ്റെ വില 72 ആയിരിക്കണം. കാരണം എന്താ, ബി നിസ്ബത്ത് സിയാദ് 60 വസലാസിൻ അല 50 വ20. 25 36 ആയല്ലോ, 25 36 തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 11ൻ്റെ വ്യത്യാസമുണ്ട്. 25ക്ക് 25ൻ്റെ 2 5/1 എന്ന് പറഞ്ഞാൽ 10, 25ൻ്റെ 5/1 എന്ന് പറഞ്ഞാൽ 5, 2 5/1 എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 5/1ൻ്റെ 5/1 വയ്യ ഹുംസാനി വ ഹുംസു ഹുംസിൻ, 2 5/1 അത് 10, പിന്നെ ഒരു 5/1ൻ്റെ 1, 5/1ൻ്റെ 5/1, 25ൻ്റെ 5/1 എന്ന് പറഞ്ഞാൽ 5, അതിൻ്റെ 5/1 എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ 11. അപ്പോൾ 25ലേക്ക് 2/5 പിന്നെ 1/5ൻ്റെ 1/5 കൂട്ടിയതാണ് 36. അപ്പോൾ അതിൻ്റെ വിലയിലേക്കും അങ്ങനെ കൂട്ടണം. 25ൻ്റെ വില 50 ആയിരുന്നു, അതിൻ്റെ 10/1 പറഞ്ഞാൽ 5/1 പറഞ്ഞാൽ 10, 2 5/1 പറഞ്ഞാൽ 20, പിന്നെ 5/1ൻ്റെ 5/1 പറഞ്ഞാൽ 2, 22 കൂട്ടുക, 50ലേക്ക് 22 കൂട്ടുമ്പോൾ 72. അപ്പോൾ 25 കൊടുക്കുന്ന ഇബ്നു ലബൂൻ്റെ വില 50 ദീനാറാണെങ്കിൽ 36 കൊടുക്കുന്ന ഇബ്നു ലബൂൻ്റെ വില 72 ദീനാറായിരിക്കണം.
കണക്ക് മനസ്സിലാവാത്തൊന്നും കൂടി കേട്ടിട്ട് ഉറപ്പ് വരുത്തുക, ശരിയാക്കുക. അപ്പോൾ സാനിയൽ സാനി പറഞ്ഞാൽ അങ്ങനെ പറ്റൂല. വഅലാ ഹാദാ തൂഖദു ഉൻസ ദൂന ഖീമത്തിൽ മൗഖൂത്തി മിൻ മഹദിൽ ഇനാസി ബിൻ തുഖവമ ദുഖൂർ ബി തഖ്ദീരിയ ഇനാസൻ. അപ്പോൾ ഈ അഭിപ്രായം അനുസരിച്ച് എന്താ പറ്റൂല, ഉൻസനെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. മൊത്തം ആണെങ്കിലും പെണ്ണിനെ വാങ്ങിപ്പിക്കണം. വൽ ഉൻസൽ മൗഖൂത്തു അന്ന തുറഫു നിസ്ബത്ത് ഖീമത്തിയ മേൽ ജുംലത്തി. അപ്പോൾ ഇതിലൊക്കെ എന്ത് ചെയ്യണം, മൊത്തം വില നിശ്ചയിച്ചിട്ട് വില കൂട്ടി കൊടുക്കണം. തുഖോമു ദുഖറോ തൂഖദു ഉൻസ ഖീമത്തോ മാ തത്തലീൻ നിസ്ബത്തു ഐ ഫൈദ കാമത്ത് ഖീമത്തു ഇനാസൻ അൽഫൈനി. ഉദാഹരണം, ഫൈദ കാമത്ത് ഖീമത്ത് ഇനാസൻ അൽഫൈനി. ഓൻ്റെ അടുക്കൽ എന്തുണ്ട്, കുറേ ദക്കറുണ്ട്. അതിൻ്റെ വില കൂട്ടുകയാണെങ്കിൽ എന്തായിരിക്കും, 2000 ദീനാറായിരിക്കും. വ ഖീമത്തുൽ ഉൻസൽ മൗഖൂത്തു അൻഹ 50 വ ഖീമത്തു ദുഖൂറൻ അൽഫൻ. അപ്പോൾ അതിന് എടുക്കുന്ന ഉൻസൻ്റെ വില 50 ആയിരിക്കും. പക്ഷെ അതിനെ ആണായിട്ട് അതിൻ്റെ വില നോക്കുമ്പോൾ എത്ര ഉള്ളൂ, 1000 ഉള്ളൂ. ഉഖ്ദ അൻഹ ഉൻസ ഖീമത്തു 25. അപ്പോൾ എന്ത് ചെയ്യണം, പെണ്ണായി നോക്കുമ്പോൾ ഓൻ്റെ ഒട്ടകങ്ങളുടെ വില 2000 ഉണ്ട്. ഓൻ്റെ അടുക്കൽ പക്ഷെ ആണാവുമ്പോൾ അതിൻ്റെ വില എത്ര ഉള്ളൂ, 1000 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, പെണ്ണൊട്ടകം തന്നെ കൊടുക്കണം. പക്ഷേ സാധാരണ പെണ്ണൊട്ടകത്തിൻ്റെ വില നോക്കുകയാണെങ്കിൽ 50 ആണ്, 25 കൊടുത്താൽ മതി. കാരണം ഓൻ്റെ അടുക്കുള്ള ഒട്ടകത്തിന് ആണൊട്ടകത്തിൻ്റെ വില അത്ര വരുന്നുള്ളൂ. അപ്പം അതിനനുസരിച്ച് വില കുറഞ്ഞ പക്ഷേ പെണ്ണൊട്ടകം കൊടുക്കണം. വൽ വജാനിഫിൽ ഇബിൽ വൽ ബക്കരി അമ്മൽ അനുമുഫ യുഹദു അൻഹ ദക്കറു ഖത്താൻ. ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഇബിലും ബക്കറും, രണ്ട് അഭിപ്രായം പറഞ്ഞത് ഇബിലും ബക്കറിലുമാണ്. വനമിൽ ഏതായാലും തന്നെ കൊടുക്കണം. വനമിൽ ഏതായാലും ദക്കറ് പറ്റും. വക്കീൽ അൽ വജഹിനി അല്ല, വനമിലും 2 അഭിപ്രായം ഉണ്ടെന്നൊരു അഭിപ്രായം. അൽ വജഹിനി വൽ മുൻഖസിമത്തി മിന സലാസി ഇല ദുക്കൂരി വൽ ഇനാസി ലാ യുഹദു അൻഹ ഇല്ലൽ ഇനാസു കൽ മുതമഹദതി ഇനാസൻ. ഈ അഭിപ്രായ വ്യത്യാസം വരുന്നത് മൊത്തം ദക്കറാണെങ്കിലാണ്. ദക്കറു ഉൻസ് മിക്സഡ് ആണെങ്കിൽ ഉൻസയെ തന്നെ കൊടുക്കണം. ഏതുപോലെ, മൊത്തം ഉൻസ ആണെങ്കിൽ പോലെ. പല സമയത്ത് അഭിപ്രായ വ്യത്യാസമല്ല, മൊത്തം ദക്കറാവുമ്പോൾ ദക്കറ് കൊടുക്കാൻ പറ്റും എന്നുള്ളതിലാണ് ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ. വഫീസ് ആര് സ്വയ്യർത്തും ഫിൽ ജദീദി. വെറും കുട്ടികൾ മാത്രമേ ഉള്ളൂ. കുറേ ആട്ടിൻകുട്ടികൾ, പശുക്കുട്ടികൾ, അല്ലെങ്കിൽ മറ്റേ കുട്ടികളെ കണ്ണിൽ കുട്ടികൾ എടുക്കാം ജദീദ് അഭിപ്രായം അനുസരിച്ച്. മാത്തിൽ ഉമ്മഹാത്തു അൻഹ, ഒന്നിലും ഉമ്മ ചത്തുപോയി, തള്ള ചത്തുപോയി. മെസലാസി 3ലും, ഒട്ടകാണെങ്കിലും പശുവാണെങ്കിലും ഒക്കെ. ഫൈബുന ഹൗലു അല ഹൗലിഹ കമാ സയ്യത്തി. അപ്പോൾ ചോദ്യം വരാം, കുട്ടികൾക്ക് തന്നെ സക്കാത്തുണ്ടോ? പ്രായമായതിനാൽ സക്കാത്ത് ഉണ്ടാവുള്ളൂ? അല്ല. കാരണം ചെറിയ കുട്ടികളാണെങ്കിലും അതിൻ്റെ വയസ്സ് പരിഗണിക്കുക ഉമ്മയുടെ വയസ്സ് നോക്കിയിട്ടാണ്. ഒരു വർഷം തേക്കണം സക്കാത്ത് നിർബന്ധമാണെങ്കിൽ. പക്ഷേ തള്ളയുടെ പ്രായം അതിന് പരിഗണിക്കുക. അപ്പോൾ തള്ളക്കൊരു വയസ്സുണ്ടായിരുന്നു, അതിനുശേഷം തള്ള ചത്തുപോയതാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്കൊരു സക്കാത്ത് കൊടുക്കണം. വല്ല കദീമുൽ ആ യൂഹദു അൻഹ ഇല്ല കിബീറത്തൻ. കൃത്യമായ അഭിപ്രായം അനുസരിച്ച് ഇതിന് കുട്ടികൾക്ക് പകരം വലുത് തന്നെ കൊടുക്കേണ്ടത്. ലാക്കിൻ ദുവാൻ കിബീറത്തിന് മൗഖൂത്തി അല്ലെങ്കിൽ കിബാരി ഫിൽ ഖീമത്തി, വില കുറച്ച് കൊടുക്കണം എന്നുള്ളൂ. അപ്പോൾ ഉക്കിയൽ ഖിലാഫ് വജഹിനി, ഇത് 2 വജഹാണ്. കൗല ഷാഫിയുടെ കൗലല്ല എന്നും ചില പറഞ്ഞിട്ടുണ്ട്. വാൽ അവലെ ജിതൈദു സായിഫി വൈരിൽ അനമി വയഹ്തരിസു അനി തസ്ബീത്ത് ബൈനൽ ഖലീൽ വൽ കസീരി ഫയഖുദു ഫി 60 വസലാസിന ഫസീലൻ ഫൗഖൽ മൗഖൂദി ഫി 50 വ20 വഫി 60 വ40 ഫൗഖൽ മൗഖൂദി ഫി 60 വസലാസിന വഅല ഹാദൽ ഖിയാസി. അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായം അനുസരിച്ച് ഇതെടുക്കണമെന്ന് പറഞ്ഞു, കുട്ടികൾ എടുക്കണമെന്ന് പറഞ്ഞു, സൈർ എടുക്കാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് എന്ത് ചെയ്യണം, ഈ ഖലീലും കസീറുള്ളത് പരിഗണിക്കണം. അപ്പോൾ യുഹദ് ഫി 60 വസലാസിൻ ഫസീലൻ ഫൗഖൽ മൗഖൂദി ഫി 50 വ20 വഫി 60 വ40 ഫൗഖൽ മൗഖൂദി ഫി 60 വസലാസിന. അതായത് താഴെയുള്ള ഇതിന് കൊടുക്കുന്നത് അവരത് അതിനേക്കാളും വലുതായിരിക്കണം ഈ കൊടുക്കുന്നത്. കാരണം എല്ലാം ഫസീലാണ്, ഒന്നിനും പ്രായത്തിയിട്ടില്ല. അപ്പോൾ ബിന്ത് ബഹാദ് ബിന്ത് ലബൂന് അത് കൊടുക്കണമെന്ന ചർച്ച അവിടെ വരുന്നില്ല. പിന്നെ ഏത് കൊടുക്കുക വെച്ചാൽ എണ്ണം കുറവുള്ളതിന് അതാണ് കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതലുള്ളതിന് അതിനെക്കുറിച്ചൊരു മുൻചെയ്ത് കൊടുക്കണം. അത് വ്യത്യാസം പരിഗണിക്കണം മാത്രം. വലങ്കസമത്തിൽ മാഷിത്തില ആനിമ കിബാരിഫ ഖിയാസുമാ തഖദം വുജൂബ് കബീറത്തിൻ ഫിൽ ജദീദി വഫിൽ ഖദീമി തൂഖദു കബീറത്തിൻ ബിൽ ഖിസ്തി. അപ്പോൾ ജദീദ് അഭിപ്രായം അനുസരിച്ച് കുട്ടികൾ മാത്രമാണെങ്കിൽ കുട്ടിയെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. കബീറും സ്വയറും ഉണ്ടെങ്കിലോ അപ്പോൾ വലുത് തന്നെ കൊടുക്കണം ജദീദ് അനുസരിച്ച്. ഖദീമനുസരിച്ച് അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യണം, വില നിശ്ചയിക്കണം. കുറഞ്ഞതിൻ്റെ വില അനുസരിച്ച് ഒരു കബീറിന് കൊടുക്കണം. പക്ഷേ ചെറുത എണ്ണ എത്ര ഉണ്ടോ അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് ആ കൊടുക്കുന്നതിൻ്റെ വില കുറക്കാം. വലാ തൂഖദു റുബ്ബ വഅകൂലത്തിൻ വഹുമ കമാഫിൽ മുഹറി വൈരി അൽ ഹദീസത്തുൽ അഹദി ബിൻ നിതാജി. റുബ്ബ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് പ്രസവിച്ചത്, അതിനെ എടുക്കാൻ പാടില്ല. മാലിക്കിൽ നിന്ന് സായി വരുന്ന ഒട്ടക സകാത്ത് വാങ്ങാൻ വരുന്ന ആൾ അതിനെടുക്കാൻ പാടില്ല.
അതുപോലെ തന്നെ അക്കുലത്തന മുസമ്മനത്തുലിൽ അഖിലി, തിന്നാൻ വേണ്ടി നന്നായിട്ട് തീറ്റിച്ചത്, തടി കൂട്ടി വെച്ചേക്കണം തിന്നാൻ അറക്കാൻ വേണ്ടി, അതിനെയും എടുക്കാൻ പാടില്ല. ഹാമിലിൻ ഹിയാരിൻ, അതുപോലെ ഏറ്റവും നല്ല മുന്തിയ ഇനം, അതുപോലെ തന്നെ ഗർഭിണികൾ, അതിനൊന്നും എടുക്കാൻ പാടില്ല. ഇല്ലാ ബിരുദൽ മാലിക്ക്, ആ മുതലാളിയുടെ ഉടമയുടെ സമ്മതത്തോടു കൂടെ അല്ലാതെ. റുബ യുത്തലക്കു അലിഹൽ ഇസ്മു കാലു സഹരി ഇലാ ഹംസത്തി അഷറ യോമൻ മേൽ ബിലാദത്തിഹ വൽ ജൗഹരി അനിൽ അമവി ഇലാ ഷെഹ്റൈനി. അത് 15 ദിവസം വരെ റുബ എന്ന് പറയുക, പ്രസവിച്ച് 15 ദിവസം വരെ, തള്ളനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലെങ്കിൽ പ്രസവിച്ച് 20 ദിവസം വരെ എന്നൊക്കെ അഭിപ്രായമുണ്ട്. പിന്നെ തുഖ്തസുബിൽ മഴസി ഔ തുത്തലക്കു അല ലൊയിനി, അത് ഈ കോലാടിന് മാത്രമേ പറയുള്ളൂ, അല്ല നെയ്യാടിനും പറയും. കാല വക്കത്ത് തുത്തലക്കു അൽ ഇബിലി, ചില പറഞ്ഞു അല്ല അത് ഒട്ടകത്തിനും അങ്ങനെ റുബ എന്ന് പറയും, ചില ആളുകൾ പറഞ്ഞു അല്ല പശുവിനും പറയും. വളരെ വിസ്തരക്ക ഇൻഷാ അത് ബാക്കി അടുത്ത ക്ലാസ് എടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യം പറഞ്ഞ മസ്തർ. ഇനി പറയാൻ പോകുന്നത് വ്യത്യസ്ത ആളുകളുടെ ഉടമസ്ഥയിലുള്ളതാണെങ്കിൽ അതിൻ്റെ ഹുക്കുമെങ്കിൽ. അപ്പോൾ എല്ലാവരും ക്ലാസ് കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ കേട്ടു പോവുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ ചോദിച്ചാൽ മതി. പിന്നെ അറ്റൻഡൻസിൻ്റെ രൂപമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ രൂപത്തിൽ അറ്റൻഡൻസ് ഇടുക. നിങ്ങളുടെ പേരാണ് അവിടെ കൊടുക്കേണ്ടത് അറ്റൻഡൻസ് എന്നുള്ളിടത്ത്. എല്ലാ ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.